മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് നടന്നത്. അതിന്റെ കാര്യമാണ് പറഞ്ഞത്. കഴിഞ്ഞ കുറെ നാളായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആ കാര്യം മിണ്ടുന്നില്ല. ചിലരോട് ഫോണിൽ സംസാരിക്കുന്ന ആ കാര്യം മിണ്ടുന്നില്ല. ആ ആത്മീക ജീവിതത്തെ തകർക്കുന്ന ആ പിന്മാറ്റം, അതിനകത്തു നിന്ന് നീ മടങ്ങി വന്നാൽ നിന്നെ കൈക്കൊള്ളാൻ കർത്താവ് റെഡിയാ. ഹല്ലേലൂയ. ഇച്ചിരി ഗഹനമായിട്ട് ഈ ദൂതനെ ഒന്ന് കൊണ്ടുവരാം. മത്തായി സുവിശേഷത്തിൽ കർത്താവ് ഒരു കാര്യം പഠിപ്പിച്ചു. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ, മാത്യു ചാപ്റ്റർ 23 verse 23, 23-ാം അധ്യായം 37-ാം വാക്യം, മാത്യു ചാപ്റ്റർ 23 verse 37. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾ മനസ്സ് വെക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. യെശയ്യാ ഒരിക്കൽ പ്രവചിച്ചു, മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നെങ്കിൽ നീ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. സ്തോത്രം. ദൂരെ തേടി പോകണ്ട, നീ പാർക്കുന്ന ദേശത്ത് തന്നെ നിനക്ക് വഴികൾ തുറന്നിടാൻ എന്റെ ദൈവത്തിന് കഴിയും. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഇപ്പോഴും നിങ്ങളോട് തുറന്നു പറയാം, വഴി തപ്പി ദൂരെ പോകണ്ട. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവം കരുതുന്ന ദൈവമാണെന്ന്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ, ദൈവം കരുതുന്ന ദൈവമാണ്. സ്തോത്രം. ഇന്ന് ഈ ദൂത് ഞാൻ പറയുമ്പോഴും നിനക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ നിനക്ക് വേണ്ടതെല്ലാം എന്റെ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. ഉണ്ടെന്നില്ല. സ്തോത്രം. ദൈവം കരുതി വെച്ച ധാരാളം സംഭവം ബൈബിളിലുണ്ട്. പക്ഷേ നിന്റെ കണ്ണിനത് മറഞ്ഞു കിടക്കുക. നിന്റെ കണ്ണിന് മറഞ്ഞു കിടക്കുന്നെന്ന് കരുതി അത് നിനക്കില്ലെന്നല്ല. ഒരു സ്ത്രീ കരയുക, എനിക്ക് കൊച്ചിന്റെ മരണം കാണാൻ വയ്യായേ. ആ സ്ത്രീയുടെ പേര് പറയാമോ? ഹാഗർ. എനിക്ക് കുട്ടിയുടെ മരണം. ബൈബിൾ അറിയാവുന്നവരോട് ചോദിക്കുക, അവിടെ സംഭവിച്ചത് ഉറവ തുറന്നെന്നല്ല, തമ്പുരാൻ തുറന്നിട്ട ഉറവ കാണാൻ അവിടെ കണ്ണു തുറന്നു. ഒരാമയും വരുന്നില്ല. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ പറയാം, ചെറിയ മടങ്ങി വരവ് വലിയ നന്മകളുടെ ഉറവയാ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. നിങ്ങൾ ഇന്ന് ടെൻഷൻ അടിക്കുന്ന വിഷയത്തിന്റെ മറുപടി നിങ്ങൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ദൈവം തുറന്നിട്ടിട്ടുണ്ട്. മനസ്സിലായി തുടങ്ങുന്നുണ്ടോ? ഒരു ദൈവവൈദ്യന്റെ ഏറ്റവും വലിയ ധൈര്യമാണ് ദൈവം കരുതുമെന്നുള്ള ധൈര്യം. എന്താണ് ദൈവം? ദൈവം, പത്രോസ് പറയുക, അവൻ നിനക്കായി കരുതുന്നവനാകയാൽ, ബാക്കി പറ, നിന്റെ സകല ചിന്തയുടെ ആകുലതയും അവന്റെ പേരിടണം. ഗ്ലോറി ടു ഗോഡ്. ചിലർ ചോദിക്കത്തില്ല, നിനക്കൊരു ടെൻഷനും ഇല്ല. എന്താ കാര്യം? പറയാം, എനിക്ക് വേണ്ടി കരുതാൻ ഒരാളുണ്ട്. മനസ്സിലായവരെ ദൈവത്തിന് സ്തോത്രം ചെയ്യാവൂ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറയുന്നു, ഇന്നും നിനക്ക് ചില കാര്യങ്ങൾ തമ്പുരാൻ മറ നീക്കി കാണിക്കാൻ പോവാ. വിശ്വസിക്കാൻ പറ്റുമോ? നിനക്ക് വേണ്ടി ചില വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി ചില നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി ചില ഉറവ തുറന്നു വെച്ചിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ നിന്റെ കണ്ണിന്റെ മറ നീക്കി. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. അപ്പൊ നോക്കിക്കേ, ഈ കുട്ടിയുടെ മരണാവസ്ഥ കണ്ട അമ്മ കരയുക. ചോദ്യം, ഈ കുട്ടിക്ക് ഇപ്പോ 1 കോടി രൂപ വേണോ? പറ. വേണ്ട. 1 കോടി കൊടുത്താലും കൊച്ചിന് വേണ്ട. കൊച്ചിന് എന്തോ വേണം? തൊണ്ട നനയാൻ, പ്രാണൻ കിടക്കാൻ ഒരിത്തിരി വെള്ളം വേണം. ഞാനൊരു കാര്യം കൂടെ പറയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ആവശ്യം ഒരുപോലല്ല. പലർക്കും പല ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം. മിണ്ടുന്നില്ല. നിനക്കെന്താണോ ആവശ്യം, ആ വിഷയത്തിനകത്ത് ദൈവത്തിന് ഇടപെടാനുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എനിക്കെന്തോ ദൈവാത്മാവ് ഒരു വെളിപ്പാട് തരിക.
ഇന്നു നീ ടെൻഷൻ അടിക്കുന്ന വിഷയത്തിനകത്ത് മനുഷ്യർ കരുതത്തില്ല, പക്ഷെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഇനി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാനൊരു കാര്യം പറയാം. മോളിലാന്നോ കരുതിയേക്കുന്നേ, ഭൂമിയിലാന്നോ കരുതിയേക്കുന്നേ, ആരറിഞ്ഞു? ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം. നിന്റെ ലൈഫിൽ ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും നടക്കേണ്ട കാര്യങ്ങൾ ദൈവത്തിന്റെ പുസ്തകത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവരെ ആമീൻ പറ. നീ ഇന്ന് കാർ ഓടിച്ച് നാളെ നീ കോയമ്പത്തൂർ ചെല്ലുമെങ്കിൽ നീ കോയമ്പത്തൂരിന്റെ എത്ര മണിക്ക് ചെല്ലും? അവിടെ നിനക്ക് എന്താവശ്യമുണ്ട് അതുവരെ ദൈവം കരുതിയിട്ടുണ്ട്. ഞാനത് മനസ്സിലായി. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് നന്നായി ദാഹിച്ചു. എന്തുവാ? നന്നായി. പക്ഷെ അവര് ദാഹിക്കുന്നതിന് മുമ്പ്, അവര് മിസ്രൈമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്, അവിടെ കത്തുന്ന ഒരു തീക്കൽ പാറയ്ക്കകത്ത് എന്റെ ദൈവം വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. ഞാനൊരു ദൂത് നിന്നോട് പറയാം. നാളെയെ കുറിച്ച് ആശങ്ക വേണ്ട, നാളെ നിന്നെ കുറിച്ച് വിചാരപ്പെടണം. മിണ്ടുന്നില്ല. നിങ്ങളാ യേശു പറഞ്ഞ വാക്ക് മനസ്സിലായി. നാളെയെ കുറിച്ച് നീ വിചാരപ്പെടരുത്, നാളെ നിന്നെ കുറിച്ച് എന്ത് ചെയ്യണം? മനസ്സിലാവുന്നവരെ ആമീൻ പറയാവൂ. എന്ന് പറഞ്ഞ ഇന്നും നീ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന വിഷയത്തിനകത്ത് ഒരു വിഷമവും വേണ്ട. ഇതൊരു മറ നീക്കുന്ന യോഗമാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പാസ്റ്ററെ, ദൈവമക്കളെ, ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. ഈ ദിവസങ്ങളിൽ തമ്പുരാൻ